എവരിബഡി. കഴിഞ്ഞ വർഷം എന്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു കുട്ടിയാണ് ലിയ പ്രസാദ്. കണ്ണൂർ ഇരിട്ടി എഡൂരില് സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിലായിരുന്നു, ഈ വർഷം 10ാം ക്ലാസ്സിലാണ്. ആ കുട്ടിയുടെ അമ്മയുടെയും അഭിപ്രായം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഹായ്, എന്റെ പേര് ലിയ പ്രസാദ്. ഞാൻ എഡൂർ സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 9ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് അധ്യാപകനായിരുന്ന ബിജു തേലക്കാട്ടച്ഛനാണ് ഈ ക്ലാസ്സിനെ കുറിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അച്ഛന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഡാലിയ മാഡത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കുണ്ടായ മാറ്റങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ ഞങ്ങൾക്ക് ടോപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതനുസരിച്ച് ഞാൻ ആ ടെക്നിക്ക് ഉപയോഗിച്ച് പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് എൻ്റെ ക്ലാസ് ടെസ്റ്റൊക്കെ ഇടുമ്പോൾ എനിക്ക് ഫുൾ മാർക്കിലേക്കൊക്കെ എനിക്ക് എത്താനായിട്ട് സാധിച്ചു. നല്ല A+ലേക്കൊക്കെ എനിക്ക് പരീക്ഷകളിൽ എത്താനായിട്ട് സാധിച്ചു. മാത്രമല്ല, ടീച്ചറിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് ഫീലിംഗ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ ക്ലാസ് വന്നോ എന്ന് ഞാനിങ്ങനെ നോക്കും. എനിക്ക് ടീച്ചറിൻ്റെ ക്ലാസ് അത്രയും ഇഷ്ടമാണ്. അത്രയും പോസിറ്റീവായിട്ടുള്ള എനർജി എനിക്ക് ലഭിച്ചിട്ടുണ്ട് ടീച്ചറിൻ്റെ ക്ലാസ്സിലൂടെ. മാത്രമല്ല, ടീച്ചർ കഥകളിലൂടെയാണ് ഞങ്ങൾ ക്ലാസ് തന്നുകൊണ്ടിരുന്നത്. കഥകളിലൂടെ നല്ല നല്ല പാഠങ്ങൾ, നല്ല നല്ല മോറൽ വാല്യൂസ് ടീച്ചർ ഞങ്ങൾ പറഞ്ഞു തരികയും ആ മോറൽ വാല്യൂസ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് ടീച്ചർ പറഞ്ഞു തന്നു. പിന്നെ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു പേരൻസിനെ ഹെൽപ്പ് ചെയ്യണം, എല്ലാവരോടും ഒരു ആറ്റിറ്റ്യൂഡോടുകൂടെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ദൈവത്തോടായിക്കോട്ടെ മനുഷ്യരോടായിക്കോട്ടെ എല്ലാവരോടും നമ്മൾ താങ്ക്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യണം. നമുക്ക് ഉപകാരം ചെയ്തവരോട് നമ്മൾ താങ്ക് യു പറയണം. പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്വപ്നം കാണണം. നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊക്കെ ഒരു ഒരു ഐഡിയ വേണം. നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നമുക്ക് എന്താകാനാണോ ഇഷ്ടം, ആ ഫീൽഡിനെ പറ്റി നമ്മൾ സ്വപ്നം കാണണം. ആ ഫീൽഡിൽ നമ്മൾ എത്തിയതുപോലെ നമ്മൾ സ്വപ്നം കാണണം എന്നൊക്കെ ടീച്ചർ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ അമ്മയെ വിളിക്കുകയാണ്. ഹായ്, ഞാൻ ലിയയുടെ അമ്മയാണ്. ടീച്ചറിൻ്റെ ക്ലാസ് കേട്ടത് മുതൽ ഇവൾക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി ലഭിക്കാനിടയായിട്ടുണ്ട്. നല്ല ക്ലാസ്സുകളാണ് ടീച്ചർ കുട്ടികൾക്ക് എടുത്തു കൊടുക്കാറുള്ളത്. ഒത്തിരി സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ടീച്ചറിൻ്റെ ക്ലാസ് കേൾക്കുവാൻ വേണ്ടി ഇവിടെ 4 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ് വന്നോ എന്നാണ് ആദ്യം നോക്കാറുള്ളത്. ടീച്ചറിൻ്റെ ക്ലാസ്സിന് ഒത്തിരി നന്ദി. ഒത്തിരി മാറ്റങ്ങൾ ഇവൾക്ക് വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. താങ്ക് യു. കണ്ടോ, ഇതാണ് ടീച്ചർ ഉദ്ദേശിച്ച ഫസ്റ്റ് അലൈൻമെന്റ്. കുട്ടികളുടെ പേരൻസുമായിട്ട് ഒരു അലൈൻമെന്റിൽ എത്തിയാൽ മാത്രമേ ഇവർക്ക് നല്ല ക്ലിയർ മൈൻഡോടുകൂടി പഠിക്കാൻ വരെ പറ്റുകയുള്ളൂ. പേരൻസിനോട് ദേഷ്യവും പകയും വെച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് പഠിക്കാൻ കഴിയില്ല. അവരുടെ ഫസ്റ്റ് അലൈൻമെന്റ് എന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്. അവരുടെ ഫസ്റ്റ് അലൈൻമെന്റിൽ അവര് മൈൻഡ് ക്ലിയർ ചെയ്യേണ്ട കുറെ അധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്താൽ മാത്രമേ ഇവർക്ക് നന്നായിട്ട് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ആയിരിക്കുന്ന പൊസിഷൻ അവർ സൂപ്പറാക്കി കഴിയുമ്പം അവർക്ക് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പൊസിഷൻ അവരെ തേടിയെത്തും എന്ന് പറഞ്ഞത് ഹനാന്റെ സ്റ്റോറിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തന്നതല്ലേ ഹനാന്റെ സ്റ്റോറി. അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി. ഹോ ഒപ്പണോപ്പോണ പ്രെയർ എങ്ങനെ നിങ്ങളോട് പറയണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹനാന്റെ അമ്മയായ ഫാത്തിമയുടെ കോള് എനിക്ക് വരുന്നത്. കൊറോണയ്ക്ക് മുമ്പ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. കൊറോണയ്ക്ക് ശേഷം മൊത്തം ഫോണിൽ അഡിക്റ്റഡ് ആയിപ്പോയി. ഫോണിന്റെ അഡിക്ഷൻ കുറയ്ക്കാനും പാരൻസിനോട് തിക്ക് ഫ്രണ്ട്സിനെ പോലെ പെരുമാറാനും പറ്റിയാൽ മാത്രമേ കുട്ടികൾക്ക് അവരുടെ ഒരു അലൈൻമെന്റിലേക്ക് എത്തുള്ളൂ. അങ്ങനത്തെ 5 അലൈൻമെന്റ്സ് ഉണ്ട് കുട്ടികൾക്ക്. ഈ 5 അലൈൻമെന്റും അവർ ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ 5ാമത്തെ അലൈൻമെന്റിന്റെ മേലെ ഇരുന്ന് ഇവർ എന്ത് ആഗ്രഹിച്ചാലും ഇവർ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും അവർക്ക് അത് ദൈവം അവരുടെ കൈകളിലേക്ക് കൊടുക്കും. പ്യൂരിറ്റി ഓഫ് മൈൻഡ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതെല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിച്ച്
നല്ല നല്ല കഥകളിലൂടെ കുട്ടികളോട് ക്ലാസ്സുകളെല്ലാം കൊടുത്താണ് കുട്ടികളെ നന്നായിട്ട് ഇൻട്രസ്റ്റ് ചെയ്ത് അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് പോക്കറ്റ് മണിയും അയച്ചു കൊടുത്ത് കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള മെത്തേഡ്. അത് മറ്റൊരു മൈൻഡ് പവർ ട്രെയിനേഴ്സോ അല്ലെങ്കിൽ മറ്റാരോ ചെയ്യുന്നതല്ല, എൻ്റെ മാത്രം ക്ലാസ്സിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആയിക്കോട്ടെ, ശരി, ഓക്കെ, ബൈ.